നന്നായിട്ട് വറുത്തരച്ച മസാലയിൽ പൊതിഞ്ഞ മീൻ ഇതുപോലെ നല്ല നാടൻ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു മണം ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ആ മണം മാത്രം മതി ചോറിനല്ലേ. കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും പിന്നെ നമ്മുടെ മുരിങ്ങയ്ക്കായും ഉണക്കമുളകും, അയ്യോ ഉണക്കമുളകല്ലേട്ടാ ഉണ്ടമുളകൊക്കെ ഇട്ട നല്ല അടിപൊളി മീൻകറിയും, കൂടെ നല്ല ചൂട് ചമ്പാവരി ചോറിന്റെ മുകളിലേക്ക് കുറച്ച് നാടൻ മാമ്പഴ പുളിശ്ശേരിയും കൂടെ ഒഴിച്ചാൽ എന്താ നിങ്ങൾ വേണ്ടെന്ന് പറയോ? മാമ്പഴത്തിന്റെ മണം അടിച്ചപ്പോഴേ ശീതോട്ട് ഇതേ വന്ന് നല്ല എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് ഇവിടെ നിപ്പുണ്ട് കേട്ടോ. നല്ല നാടൻ നാട്ടുമാമ്പഴം ആണെങ്കിൽ ഇതുപോലെ നല്ല നന്നായിട്ട് കടിച്ച് വലിച്ചങ്ങോട്ട് കഴിക്കണം. അതിനകത്തുള്ള മധുരം ഉണ്ടല്ലോ. ഇതുപോലെ നാളെയും കടിച്ച് വലിച്ച് കഴിക്കണമെങ്കിൽ ഇതുങ്ങൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചെടുക്കണമെന്ന് പറഞ്ഞ അച്ഛൻ ചെയ്യേണ്ട ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ ചൂടല്ലേ അച്ഛൻ ഈ ചൂട് സമയത്തും വെള്ളം ഒഴിച്ചു വെച്ച് ദേ നമ്മുടെ ഒരു വാഴ ദേ നന്നായിട്ട് കൊലച്ച് നിപ്പുണ്ട് കേട്ടോ. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് പഴം കഴിക്കാലോ. ഇവിടെ വെള്ളം അടിച്ച് അച്ഛനെ സഹായിക്കാൻ, അയ്യോ വെള്ളം അടിച്ചല്ലേട്ടാ വെള്ളം ഒഴിച്ച് സഹായിക്കാൻ രണ്ടുപേരും എത്തിയിട്ടുണ്ടേ. ദേ ഈ ടോപ്പ് കണ്ടോ, നിങ്ങൾ ഇത് പരിചയപ്പെടുത്തില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകും. ഇത് ഒരെണ്ണം അല്ല 2 കളറുണ്ട്. 2 എണ്ണത്തിനും കൂടെ 500 രൂപയ്ക്കകത്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കി എടുക്കാം കേട്ടോ. ലിങ്ക് കിട്ടുവാണെങ്കിൽ മുകളിൽ കൊടുത്തേക്ക് കേട്ടോ.